നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് ഇത്തവണത്തെ ബാലൻഡിയോറിൻ്റെ നോമിനേഷൻ ലിസ്റ്റ് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിരിക്കുകയാണല്ലോ. 30 പേരുടെ നോമിനേഷൻ ലിസ്റ്റിൽ ആരൊക്കെയുണ്ട് എന്ന് നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കുകയാണ്. ഇതിലുള്ളത് ജൂഡ് ബെല്ലിംഗാം, ഒസ്മാൻ ഡംബലെ, ജിയാൻ ലൂഗി ഡൊണാരുമ, ഡെസിയെ ദു, ഡെൻസൽ ഡംഫ്രീസ്, സെറോ ഗിറാസി, വിക്ടർ ഗ്യോക്കഡസ്, എർലിംഗ് ഹാലൻഡ്, അഷ്റഫ് ഹക്കീമി, ഹാരി കെയ്ൻ, കിച്ച കാഴസ്കേലിയ, റോബർട്ട് ലെവൻഡോസ്കി, അലക്സിസ് മാക്കലിസ്റ്റർ, ലൗട്രോ മാർട്ടീനസ്, കിലിയൻ എംബാപ്പെ, സ്കോട്ട് മാക്ടോമിനായി, ന്യൂനോ മെൻഡസ്, ജാവോ നവസ്, മൈക്കൽ ഒലീസെ, കോൾ പാൽമർ, പെഡ്രി, റാഫീഞ്ഞ, ഡെക്ലാൻ റൈസ്, ഫാബിയൻ റൂയിസ്, മുഹമ്മദ് സലാ, വെർജിൽ വാൻഡൈക്ക്, വിനി ജൂനിയർ, വിറ്റീഞ്ഞ, ഫ്ലോറിയൻ ബേർഡ്സ്, ലമീൻ യമാൽ. ഇതാണ് നോമിനേഷൻ ലിസ്റ്റ്. ഇതിൽ ആർക്കാണ് ഇത്തവണ ബാലൻഡിയോർ ലഭിക്കാൻ ഏറ്റവും അധികം സാധ്യത? നമ്മൾ ഏറ്റവും പുതിയ പവർ റാങ്കിങ് goal.com പ്രസിദ്ധീകരിച്ചത് പരിശോധിക്കുകയാണ്. 30 പേരുടെ നോമിനേഷൻ ലിസ്റ്റ് ഉണ്ടെങ്കിലും പവർ റാങ്കിങ്ങിൽ 20 പേരെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ സാധ്യതയുള്ള 20 പേര്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ സാധ്യതയുള്ള ആൾ 20ാം സ്ഥാനത്തായിരിക്കും. പിന്നെ അങ്ങനെ 19 അങ്ങനെ പോകും. 20ാം സ്ഥാനത്ത് സ്കോട്ട് മാക്ടോമിനെയാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇയർ വൈസ് അല്ല ഇപ്പോൾ ബാലൻഡിയോർ കൊടുക്കാറുള്ളത്, സീസൺ വൈസ് ആണ്. സോ 2024-25 സീസണിലെ ഈ താരങ്ങളുടെ കണക്കുകൾ കൂടി നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഇത് രാജ്യത്തിനും ക്ലബിനുമായിട്ട് ഒരുമിച്ചുള്ള സ്റ്റാറ്റ്സ് ആണെന്ന കാര്യം കൂടി നോക്കുക. സ്കോട്ട് മാക്ടോമിനായിയുടെ നാപ്പോളിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ 16 ഗോളുകളും 6 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. സീരിയയിൽ മുത്തമിടുകയും ചെയ്തിരുന്നു. മൈക്കൽ ഒലീസെ 19ാം സ്ഥാനത്ത്, ബയൺ മ്യൂണിക്കിൻ്റെ സൂപ്പർ താരം, പോയ സീസണിൽ 22 ഗോളുകളും 24 അസിസ്റ്റുകളുമാണ് സ്വന്തമാക്കിയത്. ബൂണ്ടസ് ലീഗയിൽ മുത്തമിടുകയും ചെയ്തിരുന്നു. 18ാം സ്ഥാനത്ത് റയൽ മാഡ്രിഡിന്റെ വിനി ജൂനിയർ. കഴിഞ്ഞ തവണ ബാലൻഡിയോർ ലഭിക്കുമെന്ന് പലരും വിശ്വസിച്ചിരുന്നയാളാണ്. പക്ഷെ അദ്ദേഹം 2ാം സ്ഥാനത്ത് ആയിരുന്നു. ഇത്തവണ പക്ഷെ അതേ മികവിലേക്ക് അദ്ദേഹത്തിന് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അദ്ദേഹം നോമിനേഷൻ ലിസ്റ്റിലുണ്ട്. അദ്ദേഹത്തിന് പവർ റാങ്കിങ്ങിൽ കൊടുക്കുന്നത് 18ാം സ്ഥാനമാണ്. 24 ഗോളുകളും 20 അസിസ്റ്റുകളുമാണ് പോയ സീസണിൽ അദ്ദേഹം സ്വന്തമാക്കിയത്. യുവേഫ സൂപ്പർ കപ്പിലും ഇന്റർ കോണ്ടിനെന്റൽ കപ്പിലും മുത്തമിട്ടിട്ടുണ്ടായിരുന്നു. 17ാം സ്ഥാനത്ത് ജാവോ നവസാണ്, പാരീസ് സെന്റ് ജർമ്മന്റെ യുവ സൂപ്പർ താരം. 7 ഗോളുകളും 10 അസിസ്റ്റുമാണ് അദ്ദേഹം സ്വന്തമാക്കിയിരുന്നത്. ചാമ്പ്യൻസ് ലീഗിലും ലീഗ് 1-ലും കോപ്പ് ഡി ഫ്രാൻസിലും ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും PSG-ക്കൊപ്പം മുത്തമിട്ട താരം. യുവേഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗലിനൊപ്പം മുത്തമിടുകയുണ്ടായി. 16ാം സ്ഥാനത്ത് വിക്ടർ ഗ്യോക്കഡസ് ആണ്. അദ്ദേഹം ഇപ്പോൾ ആഴ്സണലിലേക്ക് ചേക്കേറിയിട്ടുണ്ട്. പോയ സീസണിൽ അദ്ദേഹം പോർച്ചുഗീസ് ക്ലബിന് വേണ്ടി മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. 63 ഗോളുകളും 16 അസിസ്റ്റുകളും സ്വന്തമാക്കി. ലിഗ പോർച്ചുഗലിൽ മുത്തമിട്ടു. ടാക്കാഡി പോർച്ചുഗലും നേടുകയുണ്ടായി. 15ാം സ്ഥാനത്ത് PSG-യുടെ ഗോൾ കീപ്പർ ജിയാൻ ലൂഗി ഡൊണാരുമയാണ്. പോയ സീസണിൽ 19 ക്ലീൻ ഷീറ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ചാമ്പ്യൻസ് ലീഗിലും ലീഗ് 1-ലും കോപ്പ് ഡി ഫ്രാൻസിലും ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും മുത്തമിടുകയും ചെയ്തു. അതിലൊക്കെ നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. 14ാം സ്ഥാനത്ത് FC ബാഴ്സലോണയുടെ വെറ്ററൻ സ്ട്രൈക്കർ റോബർട്ട് ലെവൻഡോസ്കി. പോയ സീസണിൽ 44 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. ലലീഗയിലും കോപ്പ ഡെൽ റേയിലും സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും അദ്ദേഹം ബാഴ്സലോണക്കൊപ്പം മുത്തമിട്ടു. 13ാം സ്ഥാനത്ത് ബാഴ്സലോണയുടെ സൂപ്പർ താരം പെഡ്രിയാണ്. പോയ സീസണിൽ 7 ഗോളുകളും 10 അസിസ്റ്റും സ്വന്തമാക്കി. അതിനൊക്കെ ഒപ്പരം അദ്ദേഹം മധ്യനിരയിലും ഇന്നും പ്രകടനമാണ് നടത്തിയത്. ലലീഗയിലും കോപ്പ ഡെൽ റേയിലും സൂപ്പർ കോപ്പ ഡി എസ്പാനയിലും മുത്തമിടുകയും ചെയ്തു. 12ാം സ്ഥാനത്ത് ചെൽസിയുടെ കോൾ പാൽമറാണ്. പോയ സീസണിൽ 18 ഗോളുകളും 14 അസിസ്റ്റും നേടി. ക്ലബ്ബ് വേൾഡ് കപ്പിൽ മുത്തമിട്ടു. കോൺഫറൻസ് ലീഗിലും മുത്തമിട്ടു. 2 പ്രധാനപ്പെട്ട കിരീടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. 11ാം സ്ഥാനത്ത് ഹാരി കെയ്ൻ ആണ്. ബയൺ മ്യൂണിക്കിനോടൊപ്പം അദ്ദേഹം പോയ സീസണിൽ ഒരു കിരീടം സ്വന്തമാക്കി. അതായത് ബൂണ്ടസ് ലീഗിൽ മുത്തമിട്ടു. 48 ഗോളുകളും 14 അസിസ്റ്റുമാണ് പോയ സീസണിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. 10ാം സ്ഥാനത്ത് ന്യൂനോ മെൻഡസ്, പാരീസ് സെന്റ് ജർമ്മന്റെ മറ്റൊരു സൂപ്പർ താരം. 7 ഗോളുകളും 12 അസിസ്റ്റുകളും പോയ സീസണിൽ സ്വന്തമാക്കി. ഡിഫൻഡർ ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റുകൾ കൂടി നോക്കണം. 18 ക്ലീൻ ഷീറ്റുകളും നേടിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. ഇതൊക്കെ PSG-ക്കൊപ്പം പിന്നെ പോർച്ചുഗലിനൊപ്പം യുവേഫ നേഷൻസ് ലീഗിലും കിരീടം ചൂടിയിട്ടുണ്ട്. 9ാം സ്ഥാനത്ത് പാരീസ് സെന്റ് ജർമ്മന്റെ മറ്റൊരു സൂപ്പർ താരം കിച്ച കാഴസ്കേലിയാണ്. കിച്ച കാഴസ്കേലിയ 15 ഗോളുകളും 13 അസിസ്റ്റുകളുമാണ് പോയ സീസണിൽ സ്വന്തമാക്കിയത്. അദ്ദേഹം ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് 1-ൽ മുത്തമിട്ടു. അദ്ദേഹം ജനുവരിയിലാണ് PSG-യിലേക്ക് ജോയിൻ ചെയ്തത്. സോ അതുകൊണ്ട് അതുവരെ അദ്ദേഹം സീരിയയിൽ കളിച്ചിരുന്നു നാപ്പോളിക്ക് വേണ്ടി. അവിടെ അദ്ദേഹം സീരിയ കിരീടം അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. കൂടാതെ കോപ്പ് ഡി ഫ്രാൻസിൽ PSG-ക്കൊപ്പം മുത്തമിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ 2 ലീഗ് സ്വന്തമാക്കിയാണ് കിച്ച കാഴസ്കേലിയ.
എട്ടാം സ്ഥാനത്ത് ഡെസിയ ഡു, പാരീസ് സെന്റ് ജെർമന്റെ യുവ സൂപ്പർ താരം പൊളിച്ചടുക്കിയ സീസണാണ് കടന്നുപോയത്. 16 ഗോളുകളും 16 അസിസ്റ്റും സ്വന്തമാക്കി. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് വണ്ണിൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും മുത്തമിട്ടു. 7ാം സ്ഥാനത്ത് മറ്റൊരു PSG താരം അഷ്റഫ് ഹക്കീമി, പാരീസ് സെന്റ് ജെർമന്റെ താരം 13 ഗോളുകളും 17 അസിസ്റ്റും സ്വന്തമാക്കി. അദ്ദേഹം ഡിഫൻഡർ ആയതുകൊണ്ട് ക്ലീൻ ഷീറ്റുകൾ നോക്കണം, 26 ക്ലീൻ ഷീറ്റുകൾ നേടിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ലീഗിലും ലീഗ് വണ്ണിലും കോപ്പ് ഡി ഫ്രാൻസിലും ട്രോഫി ഡെസ് ചാമ്പ്യൻസിലും മുത്തമിടുകയും ചെയ്തു. അടുത്തത് 6ാം സ്ഥാനത്താണ് കിലിയൻ എംബാപ്പെ. റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയ വർഷം അദ്ദേഹം പിച്ചിച്ചി ട്രോഫി സ്വന്തമാക്കിയിട്ടുണ്ട്. 46 ഗോളുകളും 7 അസിസ്റ്റുകളും പോയ സീസണിൽ സ്വന്തമാക്കി. യുവേഫ സൂപ്പർ കപ്പും ഇന്റർ കോണ്ടിനെന്റൽ കപ്പുമാണ് നേടിയിരുന്നത്. 5ാം സ്ഥാനത്ത് മുഹമ്മദ് സലാ, ലിവർപൂളിനായിട്ട് പൊളിച്ചടുക്കിയ സീസണാണ്. പക്ഷേ കിരീടം പ്രീമിയർ ലീഗ് കിരീടത്തിൽ മാത്രം ഒതുങ്ങി. UCL-ലൊന്നും കിരീടത്തിലേക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളതൊരു നഷ്ടമാണ്. 36 ഗോളുകളും 24 അസിസ്റ്റുമാണ് പോയ സീസണിൽ അദ്ദേഹം നേടിയിട്ടുള്ളത്. 4ാം സ്ഥാനത്ത് റാഫീഞ്ഞ, FC ബാഴ്സലോണയുടെ ബ്രസീലിയൻ സൂപ്പർ താരം പൊളിച്ചടുക്കിയ സീസൺ. അതിൽ അദ്ദേഹം നേടിയിട്ടുള്ളത് 39 ഗോളുകളും 25 അസിസ്റ്റുമായിരുന്നു. ലലീഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. 3ാം സ്ഥാനത്ത് PSG-യുടെ പോർച്ചുഗീസ് മധ്യനിര താരം വിറ്റീഞ്ഞ. എന്തൊരു കളിയാണ് അദ്ദേഹം പോയ സീസണിൽ കളിച്ചത്. പാസിംഗ് മാസ്റ്റർ എന്നറിയപ്പെടുന്ന താരം 8 ഗോളുകളും 8 അസിസ്റ്റും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മധ്യനിരയിലെ മായാജലം നമുക്ക് അളക്കാൻ പറ്റില്ല. ഏതായാലും ചാമ്പ്യൻസ് ലീഗും ലീഗ് വണ്ണും കോപ്പ് ഡി ഫ്രാൻസും ട്രോഫി ഡെസ് ചാമ്പ്യൻസും ഒക്കെ PSG നേടിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. യുവേഫ നേഷൻസ് ലീഗിൽ പോർച്ചുഗലിനൊപ്പവും അദ്ദേഹം കിരീടം ചൂടുകയുണ്ടായി. 2ാം സ്ഥാനത്ത് ലമീൻ യമാൽ, FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം. എന്തൊരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. 21 ഗോളുകളും 26 അസിസ്റ്റും. ലലീഗയിൽ മുത്തമിട്ടു, കോപ്പ ഡെൽ റേയിൽ മുത്തമിട്ടു, സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തമിട്ടു. ഒന്നാമത് ഇത്തവണ ഏറ്റവും അധികം ഈ ഒരു ബാലൻ ഡി ഓർ സാധ്യത കണക്കാക്കപ്പെടുന്നത് ഓസ്മാൻ ഡെംബലെ. യെസ്, PSG-യുടെ ഫ്രഞ്ച് സൂപ്പർ താരം പോയ സീസണിലെ 37 ഗോളുകൾ 16 അസിസ്റ്റുകൾ. ചാമ്പ്യൻസ് ലീഗിൽ മുത്തമിട്ടു, ലീഗ് വണ്ണിൽ മുത്തമിട്ടു, കോപ്പ് ഡി ഫ്രാൻസിൽ മുത്തമിട്ടു, ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടു. സോ ഏറ്റവും അധികം ബാലൻ ഡി ഓർ പുരസ്കാര സാധ്യത ഇപ്പോൾ goal.com ഏറ്റവും പുതിയ പവർ റാങ്കിങ്ങിൽ അവതരിപ്പിക്കുന്നത് ഓസ്മാൻ ഡെംബലെക്കാണ്. എന്തായാലും ഇതൊക്കെ ഇനി ബാലൻ ഡി ഓറിന്റെ ജൂറി ജേർണലിസ്റ്റുകൾ വോട്ട് ചെയ്യണം. അതിനുശേഷമാണ് തീരുമാനമാവുക. ആർക്കായിരിക്കും ഇത്തവണത്തെ ബാലൻ ഡി ഓർ പുരസ്കാരം എന്നറിയാൻ ഇനി നമ്മൾ ഒരു മാസത്തിലധികം കാലം കാത്തിരിക്കണം. സെപ്റ്റംബർ 22-നാണ് പാരീസിലെ തിയേറ്റർ ഡു ചാറ്റ്ലെറ്റിൽ വെച്ച് ഈ ഒരു ബാലൻ ഡി ഓർ സമ്മാനിക്കുന്നത്. കാത്തിരിക്കാം സെപ്റ്റംബർ 22-നായി. ആർക്ക് ലഭിക്കും? 1ാം സ്ഥാനത്ത് ഓസ്മാൻ ഡെംബലെ, 2ാമത് ലാമിൻ യമാൽ, 3 വിറ്റീഞ്ഞ, 4 റഫീഞ്ഞ, 5 മോ സല എന്ന് goal.com പറയുമ്പോൾ നിങ്ങളുടെ ഒരു റാങ്കിങ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ.